ഹലോ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നൗറാസ് കിച്ചൻ മാജിക്. ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് ഡെസേർട്ട് ടേബിളിലൊക്കെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രണ്ട് ഐറ്റമാണ് കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു കേക്കിൻ്റെ സ്പഞ്ചാണ്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പഞ്ച് എടുക്കുക. ചോക്ലേറ്റോ വാനിലയോ അല്ലെങ്കിൽ റെഡ് വെൽവെറ്റോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വാനില സ്പഞ്ചാണ്. ഇതൊരു 1/2 kg ബേസ് കേക്കാണ്. അപ്പോൾ അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അത് മിക്സിയിലിട്ട് തന്നെ പൊടിച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള തരിയായിട്ട് കിട്ടും. കൈ കൊണ്ടാവുമ്പോൾ അങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിലേക്ക് ഞാൻ മെൽറ്റ് ചെയ്ത ബട്ടർ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഈ പൊടിച്ചെടുത്ത മിക്സ് നമുക്ക് ആ ഒരു ഉരുട്ടിയെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് ആക്കാനുള്ള ഫോമിൽ നനഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ ആദ്യം ആഡ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ എത്രത്തോളം നനവായിട്ടുണ്ടോ അതിനനുസരിച്ച് നമുക്കിനി ഏതാണോ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് ഏതാണോ ആഡ് ചെയ്യാൻ താല്പര്യം, ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാം, വൈറ്റ് ചോക്ലേറ്റ് ഗണാഷോ അല്ലെങ്കിൽ ബട്ടറൈസിങ് ചെയ്തിട്ട് അതായാലും മിക്സ് ചെയ്താൽ മതി. നമുക്കത് റോൾ ചെയ്തെടുക്കാനുള്ളൊരു ഫോമിലായാൽ മതി. ഇപ്പോൾ നമ്മൾ അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്ന മെത്തേഡില്ലേ, അതുപോലെ തന്നെ നനച്ച് കൊടുത്തിട്ട് നമുക്ക് ആ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതുപോലെ നോക്കുക. അതിൻ്റെ ഒപ്പം മധുരവും നോക്കുക. മധുരം കുറവായാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിക്കാൻ ഇങ്ങനെ കിട്ടണം, ആ ഒരു ഫോമിലാക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ആ ഒരു നനവിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ സ്പഞ്ച് നല്ല നനവുള്ളതാണെങ്കിൽ, മോയിസ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് ആണെങ്കിൽ അധികം ആഡ് ചെയ്യേണ്ടി വരില്ല. ഇനി നമുക്കത് സെറ്റാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് സിക്കിൾസിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഏകദേശം ഒരു 150 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ കൈ വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനുള്ളൂ. നമ്മൾ ഈ സ്റ്റിക്കാണ് അതിലേക്ക് കുത്തിവെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും ഏകദേശം ഒരു 15 രൂപയ്ക്ക് വരണുള്ളൂ ഇത്രയും സ്റ്റിക്കിന്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൂടി നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി ഷേപ്പ് ആക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കറക്റ്റ് അതിൽ നല്ല ഫിക്സ് ആയിട്ട് ഇരിക്കുള്ളൂ. അങ്ങനെ ഓരോന്നും ചെയ്ത് കൊടുക്കുക. ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിയാനുള്ള ചാൻസ് ഉണ്ട്, ഇങ്ങനെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മേലെ ഒന്നും കൂടി നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോരും. ഇതുപോലെ എന്തെങ്കിലും ഒരു ലെവലുള്ള എന്തെങ്കിലും ടൂൾ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. അപ്പോൾ നമ്മളുടെ കേക്ക് സിക്കിൾസ് അവിടെ സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ കേക്ക് പോപ്സ് ഉണ്ടാക്കുന്നതും. അപ്പോൾ കേക്ക് പോപ്സ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബോൾസ് സെയിം അരിയുണ്ട പോലെ തന്നെ ഇങ്ങനെ ഉണ്ട പോലെ ഉണ്ടാക്കി കൊടുക്കുക. എല്ലാം ഈക്വൽ സൈസിൽ കിട്ടാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഈ മിക്സ് എടുക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ ബോളാക്കി കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ കറക്റ്റായ ഒരു സൈസിൽ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം ഇതേപോലെ റോൾ ചെയ്ത് വെക്കുക. ഇതാണ് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട സ്റ്റിക്ക്. ഇതിനൊരു 85 റുപ്പീസാണ് ഈ ഒരു പാക്കറ്റിന് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഈ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് വെറുതെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഓരോന്നും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ഈ നമ്മളുടെ ബോളിൻ്റെ ഒരു സെൻറ്റർ വരെയും ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നല്ല ഉറച്ചതിരുന്നോളും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും ഒന്ന് ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എല്ലാതും ചെയ്തെടുക്കുക. പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പ്രസ് ചെയ്താൽ കൈ കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് പോകും ബലം പിടിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർ ചെയ്ത് അതിൻ്റെ ഷേപ്പിൻ്റെ ഇത് മാറാതെ തന്നെ അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല നീറ്റായിട്ട് ചെയ്യുക. അപ്പോൾ അതിന് നല്ല ശരിക്കും ആ ബോളിൻ്റെ ഷേപ്പ് തന്നെ ആയിട്ട് നമുക്ക് കേക്ക് പോപ്സ് കിട്ടും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്ക് പോപ്സ് എല്ലാതും ഇങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. സ്റ്റിക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കാം. ആ ടൈമിൽ നമുക്ക് കേക്ക് സിക്കിൾസിനെ പുറത്തെടുത്തിട്ട് റെഡിയാക്കാം.
ഇനി നമ്മളുടെ കേക്ക് സിക്കിൾസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം, വൈറ്റോ ഡാർക്കോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മിൽക്കാണ് എടുത്തത്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് അപ്പം തന്നെ വേണത് ഡിപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നമ്മൾ അത് ഡിപ്പ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബാക്കി വരുന്ന ചോക്ലേറ്റ് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതൊക്കെ ഇങ്ങനെ പോകണം അതുമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെക്കുന്ന ടൈമിൽ അതിന് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അധികം ബലം പിടിക്കരുത്. ബലം പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിട്ടു പോകും. അപ്പോൾ പതുക്കെ ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് തണുപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് സെറ്റായിട്ട് കിട്ടും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരില്ല. ഇനിയിപ്പോൾ അത് ഹാർഡായില്ലെങ്കിൽ മാത്രം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ തണുപ്പുള്ളതുകൊണ്ട് വേഗം തന്നെ ഇത് ഡ്രൈ ആവുന്നുണ്ട്. നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാതും ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ ഇതുപോലെ മെൽറ്റ് ചെയ്ത് തന്നെയാണ് ജസ്റ്റ് ഒരു ഡെക്കറേഷൻ കൊടുക്കണ്. അതിപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഞാനിങ്ങനെ ചെയ്തിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ ഫോണ്ടൻ്റെ ഫ്ലവേഴ്സ് വെച്ചിട്ട് സ്പ്രിങ്കിൾസും ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിലും ഭംഗിയാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ഐഡിയ വെച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്റ്റിക്കിൻ്റെ അറ്റത്ത് ഇങ്ങനെ റിബണൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ വെക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റ് പോലെ ചെയ്യുക. അപ്പോൾ നമ്മളുടെ കേക്ക് സിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ സെറ്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം, എന്നിട്ട് നമുക്കിത് പുറത്തെടുത്ത് വെക്കാം. പിന്നെ അത് മെൽറ്റ് ആവുന്നില്ല. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ആ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ കഴിക്കാൻ തന്നെയാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ കേക്ക് സിക്കിൾസ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് പോപ്പിനെ റെഡിയാക്കി എടുക്കേണ്ടത് ഇതേപോലെ. അപ്പോൾ കേക്ക് പോപ്പ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതും ഇതേപോലെ തന്നെ ഈ ചെയ്ത മെത്തേഡ് തന്നെ. ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഡാർക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിലും ഞാൻ മാറി മാറി ഡിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അപ്പോൾ തന്നെ ചെയ്യണം. പിന്നെ കുറേ സമയം പുറത്ത് വെച്ചാൽ അത് വീണ്ടും അതുപോലെ ഊരിപ്പോവും. നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് ഊരിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക. ബട്ടർ ആഡ് ചെയ്തുകൊണ്ട് നന്നായിട്ട് അത് സെറ്റായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അങ്ങനെ പൊടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല. ഇതുപോലൊരു തെർമോക്കോളിൻ്റെ ഷീറ്റ് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. ആ ചോക്ലേറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലും ഡെക്കറേഷൻ അതിൽ കൊടുക്കുന്നുണ്ടോ, സ്പ്രിങ്കിൾസോ ഏതായാലും കുഴപ്പമില്ല. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ ഞാൻ കേക്ക് സിക്കിൾസിൽ കൊടുത്ത പോലെ തന്നെ ഫോണ്ടൻ ഫ്ലവറും ഈ ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ പല കളർ സ്പ്രിങ്കിൾസൊക്കെ കിട്ടും. അതൊക്കെ ഇട്ട് കൊടുത്താലും നമുക്ക് നല്ല ഐഡിയ അനുസരിച്ചിട്ട് നല്ല ഡെക്കറേറ്റീവായിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്കും ഇത് മിക്സ് ആയിട്ടാണ് മൂന്നും. ഞാൻ വൈറ്റ് ചെയ്തിട്ടുണ്ട്, മിൽക്കിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡാർക്കിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ടേസ്റ്റ് ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിൽ പല കളർ കൊടുത്തിട്ടും നമുക്കത് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചോക്ലേറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ കുത്തി വെക്കുമ്പോൾ അടിയിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് കഴിയുമ്പോൾ പിന്നെ ആ സ്റ്റിക്കുമ്പോൾ എന്നൊക്കെ നമുക്കൊരു ടിഷ്യൂ യൂസ് ചെയ്തിട്ട് എങ്ങാനും തുടച്ച് മാറ്റാൻ പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നല്ല നീറ്റാക്കിയിട്ട് ആ സ്റ്റിക്കൊക്കെ നല്ല നീറ്റാക്കി എടുക്കണം. കാരണം നമ്മളിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ എന്തായാലും ആ സ്റ്റിക്കുമ്പോഴൊക്കെ പിടിക്കും. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നല്ല നീറ്റാക്കിയിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കഴിക്കുക. അല്ലെങ്കിൽ പുറത്ത് തന്നെ വെക്കണ്ട, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ബേക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ടോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന പീസസ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ എടുക്കുക. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ കേക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റ് ഒരു റെസിപ്പി കാണിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കേക്ക് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയായാലും ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്, പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ എന്തായാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൻ എനേബിൾ ആവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും സേഫായിട്ടിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ.